PV അൻവറിനെ നിലമ്പൂരിലെ ജനത വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ. നമുക്കറിയാം എങ്ങനെ CPM PV അൻവറിലേക്ക് എത്തിയത്. PV അൻവർ 2014 തെരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. CPMൻ്റെ പിന്നെ നമുക്കറിയാലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPIയുടെ സീറ്റ് അന്ന് സഖാവ് സത്യൻ മൊകേരിയാണ് അവിടെ മത്സരിക്കുന്നത്, ഷാനവാസു UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്. അന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് രംഗപ്രവേശം ചെയ്ത ശ്രീ PV അൻവർ നിലമ്പൂരിൽ ഏകദേശം 7000-നും 8000-നും ഇടയിൽ വോട്ട് സമ്പാദിക്കുകയാണ്. ആ വോട്ട് ഷെയർ ആണ് CPMനെ അൻവറിലേക്ക് തിരിക്കുന്നത്. അങ്ങനെയാണ് 2016 തെരഞ്ഞെടുപ്പിൽ PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ വേരുകളുള്ള ജനസ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥിയാണെന്ന് CPM കണ്ടെത്തുന്നത്. ഇനി മറ്റു വിഷയങ്ങളിലേക്ക് താങ്കൾ ചോദിച്ച ചോദ്യങ്ങളിലേക്ക് വരാം. അൻവറിന് എവിടെയാ പിന്നെ സ്ഥിരത കുറവുണ്ടായിട്ടുള്ളത്? അദ്ദേഹം ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി അത് ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇറങ്ങിപ്പോന്നതിന് ശേഷം UDFന് കത്ത് കൊടുത്ത കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ആ കത്ത് കൊടുത്തതിൽ ലാഗിങ് അതിൽ പിന്നെ ശരിയായൊരു തീരുമാനമെടുക്കാതിരുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ എത്ര വഷളായി മാറിയത്? അത് കോൺഗ്രസിൻ്റെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ചില ആളുകൾ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടല്ലേ? ശ്രീ എ സുഖു, ഇപ്പോൾ അദ്ദേഹം പുറപ്പെട്ടു വരുന്ന സമയത്ത് അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾ, അതിനുശേഷം ഇന്ന് പോലും ഉയർത്തുന്ന ആരോപണങ്ങൾ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ രാഷ്ട്രീയം. പക്ഷെ അതിനുശേഷം അദ്ദേഹം DMKയുമായി നടത്തുന്ന ചർച്ചകൾ, തൃണമൂൽ കോൺഗ്രസുമായി നടത്തുന്ന ചർച്ചകൾ, കോൺഗ്രസിലുമായി നടത്തുന്ന ചർച്ചകൾ, ലീഗുമായി നടത്തുന്ന ചർച്ചകൾ, ഓരോ ചർച്ചകൾക്ക് ശേഷവും നടത്തുന്ന പ്രതികരണങ്ങൾ എന്നൊക്കെ പറയുന്നിടത്തെ ഒരു പക്വതയില്ലായ്മയെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ എല്ലാവരും നടത്തും. അദ്ദേഹം മനസാക്ഷി വോട്ടിന് ആഹ്വാനം ചെയ്താൽ അതിനെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ടുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട് അൻവർ വിശ്വസിക്കുന്നത് പോലെ എന്ന് തന്നെ ഇരിക്കുക. എന്നാൽ പോലും ഒരു മനുഷ്യനോട് ആഹ്വാനം ചെയ്യണമെങ്കിൽ, ദാ ഇന്നയാൾക്ക് വോട്ട് ചെയ്യൂ എന്നൊരാൾ പറയണമെങ്കിൽ അയാൾക്കൊരു ബോധ്യമുണ്ടാവണ്ടേ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് പറയണമെന്ന്? ആ നിലയ്ക്ക് പോലും ഒരു കൃത്യത കാണിക്കാത്തൊരു സാഹചര്യം അദ്ദേഹത്തിന്റെ എല്ലാ ദിവസത്തെയും പ്രതികരണങ്ങളിൽ ഉണ്ടാവുകയാണ്. ദാ ഇപ്പോൾ മത്സരിച്ച് കഴിഞ്ഞ ദിവസം ശ്രീ EA സുഖു മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിക്കുന്ന സമയത്ത് അങ്ങ് പോലും പറയാൻ ഒരുങ്ങി നിന്നത് PV അൻവർ മത്സരിക്കും എന്നാണ്. പിന്നീട് അങ്ങ് അതിൽ നിന്ന് പിന്നോട്ട് പോയി. അതിനുശേഷം PV അൻവർ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് അദ്ദേഹം മത്സരിക്കും എന്താ, ഒരു പ്രഖ്യാപനവുമില്ല, വെറുതെ മാധ്യമങ്ങളെ കാണുക, ആവർത്തിച്ച കാര്യങ്ങൾ പിന്നെയും ആവർത്തിക്കുക, പാസ്പോർട്ടിന്റെ കാര്യം പറയുക, ഇതൊക്കെ പ്രശ്നങ്ങളാണ്. പക്ഷെ അത് പറയാനുള്ള, അത് ഉയർത്താനുള്ള ഒരു രാഷ്ട്രീയ സ്ഥൈര്യം വേണ്ടതില്ലേ നേതാക്കൾക്ക്? ഇത് ആരാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഉപദേശിക്കുന്നത്? PV അൻവറിന് ശ്രീമതി മാധവ്, PV അൻവറിന് ഒരു ആശയ വ്യക്തത കുറവില്ല. അത് നമുക്ക് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബോധ്യം വരാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു വ്യക്തത കുറവും ഒരു ആശയ ദാരിദ്ര്യവും ശ്രീ PV അൻവറിന് ഉണ്ടായിട്ടില്ല.